ഫോണുകൾ വാങ്ങിക്കാൻ വരട്ടെ. അതായത് അടുത്ത മാസം അടിപൊളി ഫോണുകൾ, കിട്ടിക്കാച്ചി ഫോണുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇറങ്ങിയെന്നൊക്കെ എടുത്ത് അബദ്ധം ചെയ്യേണ്ട, അടുത്തത് കിടിലൻ സാധനങ്ങൾ വരുന്നുണ്ട്, അത് ഇന്ന് ചൂസ് ചെയ്യും. ഓക്കെ എനിക്കറിയാം ഒരുപാട് പേര് കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞതൊക്കെ നല്ലത് അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് ഒന്നും എടുക്കേണ്ട, അടുത്ത മാസത്തേക്ക് വെയിറ്റ് ചെയ്യാൻ. ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, ഈ പറയുന്നതെല്ലാം ഇൻഫർമേഷൻസ് ആണ്. യൂട്യൂബിൽ നമ്മൾ കാണുന്നതൊക്കെ ഇൻഫർമേഷൻസ് ആണ്. ആ ഇൻഫർമേഷൻസ് കയ്യിലോട്ട് എടുക്കുക. ഈ മാസം ഇന്ന ഫോണിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം വരാൻ പോകുന്നതാണ് ഞാൻ ഇപ്പോൾ പറയും. അത് കേട്ട് കഴിയുമ്പോൾ രണ്ടിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണ്, ഇപ്പോൾ ഇറങ്ങിയത് നിന്ന് എടുക്കണോ അടുത്ത മാസം വരുന്നതിന് വെയിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് ബെസ്റ്റ് ആയത് ഏതാണോ അത് നിങ്ങൾ എടുക്കുക. വേറെ ഒരാളുടെ അഭിപ്രായം നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഫർമേഷനും ഇതുപോലുള്ള ചാനലുകളിൽ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചുകൊണ്ട് ഒരു നല്ല തീരുമാനം എടുക്കുക, നല്ല ഡിവൈസ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. സോ അടുത്ത മാസം വരുന്ന ഫോണുകൾ ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ ഫോൺ OnePlusന്റെ Nord 4 അടുത്ത മാസം പകുതിയോടുകൂടി ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. 30,000 താഴെ വരുമെന്നുള്ള കാര്യവും ഏകദേശം പറയപ്പെടുന്നു. പക്ഷേ OnePlus ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് മുകളിൽ കയറ്റി വെക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ഏകദേശം നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന Poco F6, Realme GT 60 തുടങ്ങിയ ഫോണുകളുടെ റേഞ്ചാണ്. അതിലൊക്കെ Snapdragon 7+ Gen 3 പ്രോസറും 8s Gen 3 പ്രോസറൊക്കെയാണ്. അതേ 7+ Gen 3 പ്രോസർ തന്നെയാണ് OnePlus Nord 4ലും വരുന്നത്. സോ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഫോണാണ്. അപ്പോൾ അണ്ടർ 30,000 അല്ലെങ്കിൽ 30,000 വന്നാലാണ് അത് നന്നാവുള്ളൂ. ഈ പ്രോസസറിനപ്പുറം ഈ ഒരു ഫോണിൽ 120 1.5K AMOLED ഡിസ്പ്ലേ ഉണ്ട്, 50 MP ക്യാമറയുണ്ട്, 16 MP സെൽഫി ക്യാമറയുണ്ട്, 5500 mAh ബാറ്ററി വരുന്നുണ്ട്, 100 വാട്ടിന്റെ ചാർജിങ് വരുന്നുണ്ട്. ഓവറോൾ OnePlus Nord 4 കൊള്ളാം. 30,000 താഴെ വരികയാണെങ്കിൽ ഒരു കലക്കും. ഇനി അതല്ലെങ്കിൽ അടുത്തായി വരാൻ പോകുന്ന ഇതേ പ്രോസസർ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു കിടിലൻ സാധനം എന്ന് പറയുന്നത് മോട്ടോയുടെ Edge 50 അൾട്രയാണ്. ഇതൊരു തകർപ്പൻ ഫോണായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വില വന്നിട്ട് ലേശം കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഫോണുകളെല്ലാം ഈ Snapdragon 7+ Gen 3 അല്ലെങ്കിൽ 8s Gen 3 എന്നൊക്കെ പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് 30,000 റേഞ്ചിലാണ് വരുന്നത്. ഇത് പക്ഷേ ഇതേ പ്രോസസർ വെച്ചുകൊണ്ട് 40,000 റേഞ്ചിൽ വരും. അതായത് Snapdragon 8s Gen 3 പ്രോസസർ ഉണ്ടായിരിക്കും, 1.5K, അതേപോലെ 144 Hz റിഫ്രഷ് റേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി AMOLED ഡിസ്പ്ലേ കാണും. ക്യാമറയാണ് ഹൈലൈറ്റ്. പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. 50 MP മെയിൻ ക്യാമറ, 3xന്റെ 64 MP ടെലിഫോട്ടോ ലെൻസ് അതിനകത്തുണ്ടായിരിക്കും. പെരിസ്കോപ്പിക് സൂമിംഗ് അടക്കമുള്ള 3x സൂമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 64 MP ക്യാമറയാണ്. 50 MP വൈഡ് ആംഗിൾ ഉണ്ടായിരിക്കും. ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ ഉണ്ടായിരിക്കും. പിന്നെ 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ചാർജറും ഉണ്ടായിരിക്കും. പിന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു അൾട്ടിമേറ്റ് ഓൾറൗണ്ടർ ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ അത് റിവ്യൂ ചെയ്യാൻ ഞാനും ഇത്തിരി എക്സൈറ്റ്മെന്റിലാണ്. കാരണം ഇത് ഗംഭീര സാധനമാണെന്നാണ് കേൾക്കുന്നത്. വരട്ടെ, അവരുടെ ക്യാമറയൊക്കെ ഇപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. എങ്കിലും നമ്മൾ കമൻറ്റിൽ ചിലർ പറയുന്നുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്, സർവീസ് അത്ര പോരാ, പരിഗണിക്കുക. ആ കമൻറ്റുകളെ ആരും തള്ളിക്കളയരുത്, പരിഗണിക്കുക. കാരണം എന്നെ സംബന്ധിച്ച് ഇത് കംപ്ലയിൻറ്റ് വന്ന് സർവീസിന് കൊണ്ടു നടക്കുന്ന അവസ്ഥയൊന്നുമില്ല. നമ്മൾ ഒരു 3-4 ദിവസം ഉപയോഗിച്ച് നോക്കുന്നു, കംപ്ലയിൻറ്റുകൾ വല്ലതും കാണുന്നുണ്ടോ നോക്കുന്നു, കംപ്ലയിൻറ്റുകളില്ല, നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഞാനെന്നല്ല ഏത് യൂട്യൂബർക്കായാലും നോർമലി അതാണ് പോസിബിൾ ആയിരിക്കുക. അതുകൊണ്ടാണ് അതിന് നമ്മൾ അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്. തുടക്കത്തിലെ ഒരു ഇംപ്രഷൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കമൻറ്റുകളിൽ വരുന്നത് പക്ഷേ ഒരുപാട് നാളത്തെ യൂസർ എക്സ്പീരിയൻസാണ്. അതിന് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ ചില ബ്രാൻഡുകൾ, വിരോധമുള്ള അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ബ്രാൻഡുകളുടെ ആൾക്കാർ വന്നിട്ട് അയ്യോ ഈ ഫോൺ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന അവസ്ഥയും കാണുന്നുണ്ട്. സോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഈ സാധനം വാങ്ങിയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ, മോട്ടോയുടെ ഫോൺ വാങ്ങിയിട്ടുള്ളവരുണ്ടോ, അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, സർവീസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. എൻ്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷനിൽ പറയാൻ പറ്റുള്ളൂ. സോ Edge 50 അൾട്ര ഇത് വരുന്നുണ്ട്, ഗംഭീരമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചൂസ് ചെയ്യുന്നതിന് മുമ്പ് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ചൂസ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അതിൽ സിം ഇട്ട് വിളിച്ച് നോക്കുന്നു, ക്യാമറ എടുത്തിട്ട് ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, ഗെയിം കളിച്ച് കാണിച്ചു തരുന്നു, എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ലോങ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കമൻറ്റുകളിലാണ് കാണുക. ഇനി മൂന്നാമത്തെ ഒരു കിടിലൻ ഫോൺ, കുറേ കാലമായിട്ട് ആൾക്കാർ പറയുന്ന ഫോൺ, ഷവോമിയുടെ Xiaomi 14 CV അല്ലെങ്കിൽ Xiaomi CV 14, ഇനി ഇത് അല്ലെങ്കിൽ വേറൊരു പേരിലായിരിക്കാം. ബട്ട് എങ്കിലും CV എന്ന പേരിൽ ഇവരൊരു ഫോൺ ഇറക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം അവരതിൻ്റെ ടീസറൊക്കെ പുറത്ത് വിടുന്നുണ്ട്. സിനിമാറ്റിക് വിഷൻ അതിൽ സിയും വിയും ഒരു ഇത്തിരി എടുത്ത് കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ Snapdragon 8s Gen 3 പ്രോസസർ ഉണ്ടായിരിക്കും, 120 Hz AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, 50 MP മെയിൻ ക്യാമറ, 32 MP സെൽഫി ക്യാമറ, 4700 mAh ബാറ്ററി, 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇതെല്ലാം കേൾക്കുമ്പോൾ വലിയ വ്യത്യസ്തമായ ഒരു സംഭവമൊന്നും വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. എന്തോ ഗംഭീര ക്യാമറയായിരിക്കും ഇതിലുണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. വരട്ടെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെ ഉണ്ടാവുമെന്ന്. അവരിതിന് സിനിമാറ്റിക് വിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടറിയണം. ഇനി അടുത്ത ഫോൺ Vivo X Fold 3 Pro എന്ന ഫോണാണ്. പിന്നെ ഒരു കാര്യത്തിന് മുമ്പ് നമ്മുടെ മോട്ടോയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അവിടെ റേഞ്ച് ഉണ്ടോ സർവീസ് ഉണ്ടോ ഒക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് എടുക്കാവുന്നു. ഇത് അതിന് മാത്രം ബാധകമായ കാര്യമല്ല കേട്ടോ. ഏത് ബ്രാൻഡിൻ്റെ ഫോൺ എടുക്കുന്നതിന് മുമ്പും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് നിങ്ങളുടെ ഏരിയയിൽ അതെടുത്താൽ എത്രത്തോളം നന്നായിട്ട് സർവീസ് കിട്ടും, റേഞ്ച് കിട്ടും, എല്ലാ കാര്യവും അന്വേഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഏത് ബ്രാൻഡിൻ്റെ കാര്യത്തിലായിരുന്നല്ല, ഞാൻ കോമൺ ആയിട്ടാണ് പറഞ്ഞത്, മോട്ടോയ്ക്ക് മാത്രമല്ല പറഞ്ഞത്. സോ അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് Vivo X Fold 3 Pro ഈ ഫോണിൻ്റെ കാര്യം. ഇതൊരു ഫോൾഡ് ഫോണാണ്, ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയ അടിപൊളി ഫോൾഡ് ഫോൺ ആയിരിക്കും എന്നാണ് വിവോ പറയുന്നത്.
നമുക്ക് നോക്കാം. വരുന്നുണ്ട് 6-ാം തീയതിയോ മറ്റാണ് ഇതിൻ്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. വില അറിയാലോ, ഫോൾഡാണ്. 1.3 ലാക്ക് 4 ലാക്ക് റേഞ്ചിൽ വരും. അപ്പോൾ അത് വാങ്ങിക്കുന്നവരെ ആ ഒരു റേഞ്ച് ചിന്തിക്കുന്നവരെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. എങ്കിലും സംഗതി കലക്കും. കാരണം 1.5K AMOLED ഡിസ്പ്ലേ 4500 ബ്രൈറ്റ്നസ് ഒക്കെ ആയിട്ട് വരുന്നത്. 8 Gen 3 പ്രോസർ ഉണ്ടായിരിക്കും. 50 MP ഡുവൽ ക്യാമറ, 50 MP മെയിൻ ക്യാമറകൾ കാണും. പിന്നെ 32 MP സെൽഫി ക്യാമറ കാണും. ഈ ക്യാമറ വന്നിട്ട് അടിപൊളി ക്യാമറ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ 5500 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിങ്ങും അങ്ങനെ വകര എല്ലാ ഫീച്ചറും കാണും. X Fold 3 Pro ഈ സംഭവം വരുന്നുണ്ട് അടുത്ത മാസം. ഇനി കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ 20,000 താഴെ നോക്കിയാൽ മോട്ടോയുടെ G85 വരുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല ഫോണായിരിക്കും. സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസർ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. 5000 mAh ബാറ്ററി, 50 MP ക്യാമറ, അതേപോലെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സാധാരണ ഫോണാണ്. വലിയ സംഭവമൊന്നും പറയാനില്ല. എങ്കിലും 20,000 താഴെ വരുമ്പോൾ വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ വില എത്രയാണെന്ന് കൃത്യമായി അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഒരുപാട് നല്ല ഫോണുകൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ലോഞ്ച് ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ G85 വരുന്നുണ്ട്. ഓട്ടോ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു ഫോണാണ് OnePlusന്റെ Nord C4 Lite. Nord 4 ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ C4 Lite ആണ് ഇപ്പോൾ ഈ പറയുന്ന ഫോൺ. അടുത്ത മാസം വരുമെന്ന് കേൾക്കുന്ന ഫോൺ. ഇത് വന്നിട്ട് 20,000 താഴെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ 120% AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. 6 Gen 1 പ്രോസർ, സ്നാപ്ഡ്രാഗൺ 6 Gen 1. പിന്നെ Android 14, 50 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ. വലിയ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളൊന്നുമില്ല. 20,000 താഴെ വരുന്നുണ്ട്. വരട്ടെ, എങ്ങനെ ഉണ്ടാവും നോക്കാം. സോ ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട അടുത്ത മാസം ഇറങ്ങാൻ പോകുന്ന കുറച്ച് ഫോണുകൾ. ഇത് കൂടാതെയും ഒരുപാടുണ്ട്, ഞാൻ പറയുന്നില്ല. ഇത്രയും മതി. ഇത് നിങ്ങൾക്ക് എന്തായാലും പരിഗണിക്കേണ്ടി വരും. ഈ റേഞ്ചിലൊക്കെ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടി വരും. കാരണം നല്ലത് ഇതൊക്കെയാണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ അപ്കമിംഗ് ഫോൺസിന്റെ പ്രധാനപ്പെട്ട അപ്കമിംഗ് ഫോൺസ്, ജൂണിൽ ഇറങ്ങാൻ പോകുന്ന ഫോണുകളുടെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.